മൂവാറ്റുപുഴയ്ക്ക് സമീപം കായനാട് എന്ന പ്രദേശത്തുണ്ടായ അതിഭീകരമായ മണ്ണിടിച്ചിലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. മരടി ഗ്രാമപഞ്ചായത്തിലുള്ള ശൂലം വെള്ളച്ചാട്ടത്തിന് സമീപമാണ് നേരത്തെ തോടിന് സമീപത്തായി മണ്ണെടുത്ത് നിർത്തിയിരുന്ന വൻ മല ഉഗ്ര ശബ്ദത്തോടെ വെള്ളത്തിലേക്ക് പതിക്കുകയും അതിനുശേഷം സമീപത്ത് നിന്ന് ഇത് ഷൂട്ട് ചെയ്ത ആളുടെ മൊബൈലിലേക്ക് വെള്ളം ഇരച്ചു കയറി വരുന്നതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യം. മല മൊത്തം ഇടിയാൻ പോകട്ടോ. ഇന്നലെ ഇടിഞ്ഞ സ്ഥലം തന്നെ. ഇവിടെ നിൽക്കണ ഞാൻ ഡേഞ്ചറാന്ന് തോന്നണു. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. കുറച്ച് നീങ്ങി നിൽക്കാം. ഓരുവാണ്. മല മൊത്തം പോന്നിട്ടുണ്ട്. അടിച്ചേറിയ തോട്ടം, റബ്ബർ തോട്ടം, ഒരു വീട്, ഫാം എല്ലാം തകർന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ കഷ്ടി ഓടി രക്ഷപ്പെട്ടു എന്നുള്ളൂ. ഉഗ്രമായ ശബ്ദത്തോടു കൂടിയാണ് ആ മണ്ണിടിച്ചിലുണ്ടായത്. കഴിഞ്ഞ ദിവസം ഇതേ ഭാഗത്ത് നേരിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായെങ്കിലും അതേ ഭാഗത്ത് കനത്ത മഴ തുടർന്ന പശ്ചാത്തലത്തിൽ അതിഭീകരമായ നിലയിലേക്ക് മണ്ണിടിഞ്ഞ് ആറിലേക്ക് പതിക്കുകയും കനത്ത മഴയെ തുടർന്ന് കരകവിഞ്ഞൊഴുകിയിരുന്ന ആറിലെ വെള്ളം പ്രദേശത്തെ റബ്ബർ തോട്ടത്തേക്കും വീടുകളിലേക്കും ഇരച്ച് കയറുന്നതിൻ്റെ ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. മല മൊത്തം ഇടിയാൻ പോകട്ടോ. ഇന്നലെ ഇടിഞ്ഞ സ്ഥലം തന്നെ. ഇവിടെ നിൽക്കണ ഞാൻ ഡേഞ്ചറാന്ന് തോന്നണു. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. കുറച്ച് നീങ്ങി നിൽക്കാം. ഓരുവാണ്. മല മൊത്തം പോന്നിട്ടുണ്ട്. അടിച്ചേറിയ തോട്ടം, റബ്ബർ തോട്ടം, ഒരു വീട്, ഫാം എല്ലാം തകർന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ കഷ്ടി ഓടി രക്ഷപ്പെട്ടു എന്നുള്ളൂ. പ്രദേശത്തെ കോറിയുമായി ബന്ധപ്പെട്ട പാറ പൊട്ടിക്കലാണ് ഇത്തരമൊരു സാഹചര്യത്തിന് അവസരമുണ്ടാക്കിയതെന്ന ആക്ഷേപം ശക്തമാണ്. ഇത്തരത്തിൽ പാറ പൊട്ടിച്ചു മാറ്റിയതിനു ശേഷം അവശേഷിക്കുന്ന മലകളാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴുന്നതെന്നാണ് പ്രദേശത്ത് നിന്ന് പുറത്തുവരുന്ന വിവരം. മണ്ണിടിഞ്ഞു വീണ് പ്രദേശത്തൊന്നാകെ ചെളി വെള്ളം കയറിയപ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്നവരുടെ ജീവിതവും ദുസ്സഹമായി മാറുകയാണ്. മഴ ശമിച്ചെങ്കിൽ മാത്രമേ ഈ പ്രദേശത്ത് മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് പലയിടങ്ങളിലും അനധികൃത ക്വാറികളുടെ പ്രവർത്തനം കൊണ്ട് വലിയ മണ്ണിടിച്ചിലിന് അവസരമുണ്ടായിരിക്കുകയാണ്. അതിന് കൃത്യമായ ഉദാഹരണമാണ് കായനാട് നിന്ന് കാണാൻ പറ്റിയ അതിഭീകരമായ മണ്ണിടിച്ചിൽ. മല മൊത്തം ഇടിയാൻ പോകട്ടോ. ഇന്നലെ ഇടിഞ്ഞ സ്ഥലം തന്നെ. ഇവിടെ നിൽക്കണ ഞാൻ ഡേഞ്ചറാന്ന് തോന്നണു. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. കുറച്ച് നീങ്ങി നിൽക്കാം. ഓരുവാണ്. മല മൊത്തം പോന്നിട്ടുണ്ട്. അടിച്ചേറിയ തോട്ടം, റബ്ബർ തോട്ടം, ഒരു വീട്, ഫാം എല്ലാം തകർന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ കഷ്ടി ഓടി രക്ഷപ്പെട്ടു എന്നുള്ളൂ.